ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളാണ് അതിനാധാരമായിട്ട് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതെടുക്കുന്നതിൻ്റെ പിന്നിലും ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങളോടുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഭയപ്പെടുന്നൊരു വാക്യമാണ്. പക്ഷേ അവിടെ ഒത്തിരി കാര്യങ്ങൾ വളരെ ശ്രദ്ധയായിട്ട്, ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് പൊതുജനത്തോട് പറഞ്ഞ കാര്യമല്ല, സകല ജനത്തിനും ഉണ്ടാകാനുള്ള ഒരു സന്തോഷം അറിയിച്ചതല്ലത്. ദൈവത്തിൻ്റെ സഭയോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയാണ് വിശ്വാസികളോ ഉപദേഷ്ടാക്കന്മാരോ ഒക്കെ ആയവരോട്, അല്ലെ സുവിശേഷകരൊക്കെ ആകുന്നവരാകണമല്ലോ, അവരോട് പറഞ്ഞ ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ എടുക്കണം. അറിഞ്ഞവരോടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ ദൈവത്തെ രുചിച്ചറിഞ്ഞവർ, ദൈവത്തിൻ്റെ കൃപയെ തിരിച്ചറിഞ്ഞവർ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്ന ദൈവത്തിൻ്റെ ആ വചനം, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ശക്തിയും ഒക്കെ ഗ്രഹിച്ചവരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവേ നമ്മുടെ ഇവിടുത്തെയൊക്കെ വലിയ ഡിബേറ്റ്, അങ്ങനെയുള്ളവർക്ക് മാറിപ്പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകണില്ല. അതിനെക്കുറിച്ച് ശരിയായിട്ട് ഈ വാക്യത്തിനൊക്കെ ഭംഗിയായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ അതിൻ്റെ എല്ലാ ഉത്തരം അതിനകത്ത് നിന്ന് കിട്ടും. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ നന്മ അറിഞ്ഞവർ, ദൈവത്തെ തിരിച്ചറിഞ്ഞവർ, പരിശുദ്ധ ആത്മാവിനെ അറിഞ്ഞവർ, അല്ലെങ്കിൽ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ അറിഞ്ഞവർ, ദൈവത്തിൻ്റെ നല്ല വചനത്തെ ഗ്രഹിക്കാൻ പറ്റും. നല്ല വചനത്തെ ഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവർ. കാരണം രക്ഷിക്കപ്പെടുന്നത് വരെ ഈ വചനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരു ഭോഷത്വം പോലെ തോന്നുള്ളെന്നാണ് വചനം പറയുന്നത്. കാരണം രക്ഷിക്കപ്പെട്ടവർക്ക് അത് ദൈവശക്തിയായി വ്യാപരിക്കും. അല്ലെങ്കിൽ ഇത് പറയുന്നത് ഈ രക്ഷയുടെ അനുഭവമൊക്കെ വന്നവരോട് വളരെ കൃത്യമായിട്ട് പറയാം, അങ്ങനെയുള്ളവർ പിന്നെയും എന്ത് ചെയ്യുക, പിന്മാറിപ്പോയാൽ യേശുവിനെ വീണ്ടും, കാരണം ഇനി അവൻ്റെ പാപമോചനത്തിനായിട്ട് യേശുവിനെ ക്രൂശിക്കേണ്ടതായിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ മനുഷ്യപുത്രനെ, അല്ലെങ്കിൽ അവനെ, യേശുവിനെ ലോകാപവാദം, അവനൊരു കളങ്കമായി മാറുകയാണ്. അവനെക്കുറിച്ച് പറയുന്നത് തന്നെ, അവൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേച്ച് നടക്കുന്ന കണ്ടില്ലയോ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളവൻ പിന്മാറിപ്പോയി അവർ കാണുന്ന പോലെ, അവർ പറയുന്നത് പോലെ, അവർ ദുഷിക്കപ്പെടുന്നത് പോലെ പോകുമ്പോൾ കർത്താവിന് തന്നെ ലോകാപവാദം വരുത്തുന്നവനാണ്. അങ്ങനെ വരുത്തുന്നവനാകൊണ്ട് അവൻ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ, ചുരുക്കം പറഞ്ഞാൽ ഇത് സംഭവ്യമായ കാര്യമൊന്നുമല്ല. എങ്ങാനും സംഭവിച്ചു പോയാൽ പിന്നെ നടക്കത്തില്ലെന്ന്. സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പേടിച്ചു, അതുകൊണ്ട് പേടിച്ച് നിന്നേക്കാം, എപ്പോൾ പോകും, ഈ തുമ്മിയാത്തിറയ്ക്കുന്ന മൂക്ക് പോലത്തെ കാര്യമല്ല. മനഃപൂർവ്വമായി അവൻ ഇട്ടേച്ച് പോകണം, മനഃപൂർവ്വം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തുന്നത് ആരെന്നൊരു ചോദ്യമുണ്ട്. എല്ലാം ഉണ്ട് അതിനകത്ത്. എന്തൊക്കെയുണ്ട്? കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്, ഇപ്പോഴുള്ളതുകൊണ്ട്, വരാനുള്ളതുകൊണ്ട്, ജീവന്, മരണം, ഇങ്ങനെ ദൂതന്മാർ, എല്ലാം ഒരു ലിസ്റ്റ് അങ്ങിട്ടേക്കുക. ഒന്നിനും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർക്കണേ, എനിക്കിട്ടേച്ചു പോവാം. എന്നെ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് പോലും മാറ്റാൻ കഴിയത്തില്ലെന്ന് എഴുതിയിട്ടില്ല കേട്ടോ. അതായത് ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിയണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അവിടെയാണ് ഈ ചോയ്സ് എന്നൊക്കെ പറയുന്നത്, പവർ ഓഫ് ചോയ്സ്. നമുക്ക് ദൈവം ഒരു തിരഞ്ഞെടുപ്പിന് അവകാശം. രക്ഷയൊക്കെ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ഇപ്പോൾ സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കള്ളം കൊണ്ടുപോകുമോ, എങ്ങനെ കള്ളം കൊണ്ടുപോകുന്നൊന്നുമല്ല. ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞാലല്ലാതെ എൻ്റെ രക്ഷ പോവില്ല. രക്ഷ നഷ്ടപ്പെടുകയല്ല, ശരിക്കും നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളവർക്ക് മാനസാന്തരത്തിലേക്ക് അവിടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. അവിടെ ഒരു കാര്യം, ഒരിക്കൽ പ്രകാശനം, ആ വാക്ക് ശ്രദ്ധിക്കണം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ടെന്നാണ് എഴുതിയേക്കുന്നത്. ഈ കർത്താവിൻ്റെയൊക്കെ ഒരു പദ്ധതി എന്ന് പറയുന്നത്, ഈ നമ്മളെപ്പോഴും ഈ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം പറയും, ഇങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് എറിച്ചില്ല, ആൾ ഏറ്റെടുത്തില്ല. അപ്പം നമ്മൾ പറയുക, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ്
കുരുടാക്കി വെച്ചേക്കുന്നത് ഒരു രക്ഷപ്പെട്ടത്. പക്ഷേ അതിന് താഴത്തെ വാക്യം നമ്മൾ വായിക്കില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ആ വാക്യം 4 ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവൻ്റെ മനസ്സിനെ കുരുടാക്കി. എന്നിട്ട് അതുകൊണ്ട് പറയാ, അവിടെ വെച്ച് നിർത്തല്ലേ, കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ഇരുളിന് ഒരിക്കലും വെളിച്ചത്തെ കീഴടക്കാൻ കഴിയത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇരുളിന് വെളിച്ചത്തെ കീഴടക്കാൻ കഴിയത്തില്ല. അപ്പോൾ എത്ര കൂരിട്ടുണ്ടെങ്കിലും അവിടെ വെളിച്ചം അവിടെ പ്രകാശിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ. അപ്പം ഇനി ഇരുട്ടാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായാൻ പറഞ്ഞേ. അതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവൻ കത്തിക്കപ്പെട്ട വിളക്ക് പോലെ. അവനെക്കുറിച്ചാണ് പറയുന്നത്, അവനൊരു പ്രകാശമാണ്. അവൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവിളിച്ച് ഏത് മനുഷ്യനും. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിഷയമേ അല്ല. മനുഷ്യനായി ജനിച്ചവനെ കത്തിക്കുന്ന സാധനമാണ് ഏത് മനുഷ്യനെ. അതാണ് അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറുക. അത് ഇരുളിൽ എവിടെ കൊണ്ടുപോയോ അവിടെ എല്ലാം അത് പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. അവൻ വെളിച്ചമായിട്ട് തന്നെ, അവൻ ചെല്ലുന്നിടത്ത് ഇരുളല്ല, ആ ഇരുള് മാറി ഇതാ വെളിച്ചം വരുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്നെ ഒരിക്കൽ പ്രകാശനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സഭയിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഞാൻ പലരും വന്ന് വെച്ചാൽ അവകാശവാദം, ഞാൻ ശാനപ്പെട്ടതാ ബ്രദറെ. വെള്ളത്തിൽ പൊങ്ങുന്ന എത്രയും പേരുണ്ട് പ്രിയപ്പെട്ടവർ. ഒറ്റ കാര്യമേ അവിടെ അറിയേണ്ടതായിട്ടുള്ളൂ, നീ ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. നേരത്തെ പറഞ്ഞാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. കാരണം സ്നേഹവും സത്യവും എന്നിൽ കൂടെ വളരെ മനോജ്ഞമായ രീതിയിൽ ഒഴുകും. ചിലരുണ്ട് സത്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ സത്യത്തെ ഒരു അസ്ഥികൂടം പോലെയും ഈ സ്നേഹത്തെ നമ്മുടെ മാംസം പോലെയും വേണം ചിത്രീകരിച്ചത്. ഒരു ദൈവദാസൻ പണ്ട് പഠിപ്പിച്ചത് എൻ്റെ ഓർമ്മയുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം പോലെ, സ്നേഹം എന്ന് പറഞ്ഞാൽ ജെല്ല് പോലാണ്. ഈ അസ്ഥികൂടത്തിലിട്ട് ഈ മാംസം പിടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഇറച്ചി വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇറച്ചി തന്നെ അവിടെ ഇരിക്കുക. അത് എവിടെ കൂടെ വേണേ പോകും, ഏത് പാത്രത്തിലെടുത്തിട്ടാലും ആ ഷേപ്പ് വരും. പക്ഷേ ഒരു അസ്ഥികൂടം വന്നേച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓടിക്കളയും. അതുകൊണ്ട് സത്യം ഭയങ്കര ക്രൂരമാണ്, കഠിനമാണ്. സത്യത്തിൻ്റെ മുഖം എപ്പോഴും വിരൂപമാണ്. പക്ഷേ ഇതിനെ ഇപ്പോൾ ഐശ്വര്യ റായിയോ ആരാണ് ഇപ്പോഴത്തെ സുന്ദരി എന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. ആ പെങ്കൊച്ചിൻ്റെ അസ്ഥികൂടവും നമ്മുടെ അസ്ഥികൂടവും എല്ലാം ഒരുപോലെ. അസ്ഥികൂടം വന്നാൽ വലിയ ഗുണമൊന്നുമില്ല കാണാൻ. പക്ഷേ ഈ ത്വക്കൊക്കെ വന്ന് മാംസമൊക്കെ പൊതിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ഭംഗി വരുന്നത്. ഈ സത്യം സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ചിലർ സത്യം തന്നെ ഇന്ന് പുൾപ്പിറ്റി പറയും, ആളുകൾ ഊട്ടി ഉള്ളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് പറയുകയാണ്. സത്യം മാത്രം പറയുക. അതിങ്ങനെ ഒരു അസ്ഥികൂടം വന്ന് നമ്മളടുത്തോട്ട് വരും. അസ്ഥികൂടം വരുന്നതനുസരിച്ച് നമ്മൾ ഓടിക്കളയും. എന്നാൽ സ്നേഹം കൂടെ ചേർക്കണം. സ്നേഹം തന്നെ വന്ന് കളയും കേട്ടോ. ഒരു കുഴപ്പമില്ല ബ്രദറെ, അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. അല്ലല്ല, ഈ സ്നേഹം സത്യമായിട്ട് ചേരണം. അത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് എൻ്റെ കർത്താവ് ഇവിടെ വന്നെന്ന് പറയുന്നത്. അവൻ സത്യം സംസാരിച്ചു, സ്നേഹം പൊതിഞ്ഞാണ് സംസാരിച്ചത്. അത് നമ്പറൊന്നുമല്ല, ഒരു കൗശലം ഉപയോഗിച്ചതല്ല. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രകൃതം. ദൈവം അങ്ങനെയാണ് ഇവിടെ ഇറങ്ങി വന്ന് മാനിഫെസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളോടും പറയുകയാണ്, നിങ്ങൾക്ക് പ്രകാശനം ലഭിക്കുമ്പോൾ ഈ സ്നേഹവും സത്യവും നിങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ പോക്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നിങ്ങൾ ഇത് പ്രകാശിക്കുന്നവരായി മാറും. ഇരുളിൽ നിന്ന് വെളിച്ചം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇന്ന ആളുകൾ, ഞാനതൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ കൂടെ ഒത്തിരി നാൾ നടന്ന ആളുകൾ ആരും രക്ഷിക്കപ്പെട്ടില്ല പ്രിയപ്പെട്ടവർ. ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ അവിടെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കാത്തത് പലതും നടന്നിട്ടുമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലായിരിക്കും, പക്ഷേ കർത്താവ് ഉദ്ദേശിച്ച പലതും നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്നാണ് ഉദ്ദേശിച്ച്, അതൊന്നും നടന്നിട്ടില്ല. അത് പടിപടിയായിട്ട് നിരന്തരം തോൽവികൾ കണ്ടിട്ടും ഇന്നും മടുത്തിട്ടില്ല. കാരണം ഞാൻ എന്നെ ദൈവത്തിന് കൊടുത്ത സമയം മുതൽ ഇന്നു വരെയും കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പറയാം, പിന്തിരിഞ്ഞ് നോക്കാനായിട്ട് ദൈവം അവസരം തന്നിട്ടില്ല. കാരണം ഞാൻ അത്ര നന്നായി എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞതാണ്.
ലോകം മുഴുവനും തിരിച്ചു പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുപാടുകൾ മുഴുവനും അതിനെ വളരെ മോശമായിട്ട് വന്നപ്പോഴും ആ കർത്താവിനെ ഞാൻ പിന്തള്ളിയില്ല. കാരണം അതാ ഈ പ്രകാശനം ലഭിച്ചിട്ട്, അല്ലെങ്കിൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ടെന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് പറയാനാണ് ഞാൻ വന്നത്. ആരെങ്കിലും നീ രക്ഷിക്കപ്പെട്ടതാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആരെങ്കിലും നീ സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞുകൊണ്ടോ നീ വെള്ളത്തിൽ മുങ്ങിയുകൊണ്ടോ കാര്യമില്ല. നിന്നിൽ നിന്ന് പ്രകാശം വമിക്കുന്നതെന്ന് നമ്മളെങ്കിലും തിരിച്ചറിയണേ. മാറ്റം വന്ന വിവരം നമ്മളെങ്കിലും ഒന്ന് തിരിച്ചറിയണേ. അങ്ങനെയുള്ളവനെക്കുറിച്ചാണ് ഒന്നാമത് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ആരാണോ ഈ സത്യം അറിഞ്ഞത്, ഈ സത്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ സ്വതന്ത്രരാകും. എന്തിനാ സ്വതന്ത്രം? നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ മാനുഷികതയിൽ നിന്ന് തന്നെ സത്യത്തിൽ അവൻ സ്വതന്ത്രനാവും. നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ സ്വാർത്ഥതയും ഈ മാനുഷികതയും. കാരണം ആദാമ്യ കുലത്തിൽ ജനിച്ചു, ആ ജനിച്ചപ്പോൾ കിട്ടിയ ഇൻഹെറിറ്റ് ചെയ്ത ഒരു ഹ്യൂമൻ നേച്ചറുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം. ഇനി അടുത്ത് കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു മതമുണ്ട്, ആ മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. അപ്പോൾ ഹ്യൂമൻ നേച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ മതപരമായ ചിന്താഗതിയിൽ നിന്ന്, നമുക്കറിയാമല്ലോ, നമ്മൾ വെറുക്കുന്ന, കർത്താവിനെ അറിഞ്ഞവർ വെറുക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ അകത്തുണ്ട്. എന്ത് കഷ്ടമാണ് നമ്മുടെ എന്ന് ചോദിക്കുന്ന പോലത്തെ ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സത്യം അറിയുമ്പോഴുണ്ടാകുന്നത്. നാം തന്നെ അത്ഭുതപ്പെടുകയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ, അത് കേവലം മദ്യപാനം നിർത്തുന്നത് മാത്രമല്ല, പുകവലി നിർത്തുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ വേറെ ചില പന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നത് മാറുന്നാൽ അതൊക്കെ നമ്മൾ പോയി ഒരു ധ്യാനം കൂടിയാലും മാറുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് ആരെങ്കിലും വെറുതെ പറഞ്ഞാൽ മതി, നമ്മൾ നിർത്തും. ഇതൊക്കെ ജീവിക്കാനുള്ള കൊതിയുണ്ടാകും. അതിന് മാനസാന്തരം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ നോർമൽ ലൈഫിൽ നിന്ന് വലിയ മാറ്റം എനിക്കുണ്ടാകുക, രാത്രിയിൽ നിന്ന് ഞാൻ പകലിലേക്ക് മാറുന്നത്. ഇതിനാണ് ശരിക്കും മാനസാന്തരം, അല്ലെങ്കിൽ മാനസാന്തരം മുഖാന്തരമുള്ള വീണ്ടും ജനനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ആ മാറ്റമാണ്, അതാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, അവൻ സത്യം അറിഞ്ഞു. അല്ലെങ്കിൽ അടുത്ത വാക്യം പറയുന്നത് അവൻ സ്വർഗത്തിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചെന്നാണ്, വരുവാനുള്ള ലോകത്തിൻ്റെ, ആ വാക്യം അങ്ങനല്ലേ പറയുന്നത്? സ്വർഗീയ ദാനം അനുഭവിച്ചവൻ. അവൻ സ്വർഗത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതുജന്മം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഈ നിക്കോദമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ ഭയങ്കര കാഴ്ചയത്. അല്ലെങ്കിൽ അവിടെ വീണ്ടും പറയും, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിനക്ക് കടപ്പാൻ. ഇതൊരു ശരിക്കുള്ള അനുഭവമാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോഴാണ് ഈ ഭൂമിയെ അതിന് കാണാനും അവിടെ നടക്കാനും പറ്റുന്നത്. കാലും കണ്ണും ഒക്കെ അവിടെ വെച്ചേ ഉണ്ട്, പക്ഷെ അവിടെ വെച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ കാല് വെച്ച് നടക്കുകയും ഈ കണ്ണ് വെച്ച് കാണാൻ ഈ ഭൂമി പറ്റിയത്. ചാവിള്ളയായി ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും ഭൂമി കാണാൻ പറ്റില്ല. ജനിക്കണം, ജീവനോടെ ഈ ഭൂമിയിൽ ജനിക്കുന്ന. ഇതുപോലെയാണ് പൊതുജനനമെന്ന് പറയുന്നത്. അവൻ സ്വർഗീയ ദാനം കാണും. ദൈവത്തിൻ്റെ രാജ്യത്ത് മെശിയാവൊക്കെ കാണുന്നത് പോലെ ദൈവം രാജാവായിരിക്കുന്നത് കാണുക. അപ്പോഴാണ് 139 നമ്മൾ വായിച്ച പോലെ, മുന്നും പിന്നും അടച്ച് അവൻ്റെ കയ്യും എൻ്റെ മേൽ, അപ്പോഴും കാണുന്നത് ദൈവത്തിൻ്റെ രാജ്യത്വമാണ്. ഒന്നും അനുകൂലമല്ലാത്ത ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചില്ലേ, 3:17 ഞങ്ങൾ നോക്കുമ്പോൾ മുന്തിരിവള്ളി തളിർത്തിട്ടില്ല, അത്തിവൃക്ഷം ഫലം തരുന്നില്ല, വയലിൽ നിന്ന് യാതൊരു ധാന്യവുമില്ല, അല്ലെങ്കിൽ ഗോശാലയിൽ പശുക്കളില്ല, ആടുമാടുകളുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്ഥിതി തന്നെ. അപ്പോൾ അവൻ ശാപം കിട്ടിയവനാണെന്ന് നമ്മൾ പറയുന്നതല്ല. അവിടെ പറയാം, അടുത്ത വാക്യം, അവൻ കണ്ണ് തുറന്നവനാണെങ്കിൽ 18-ാം വാക്യത്തിൽ പറയുന്നത് എന്തോന്നറിയാമോ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഘോഷിച്ച് ആനന്ദിക്കുന്ന. അവൾ പറയുന്നത്, ഞങ്ങൾ ഉല്ലസിച്ച് ആനന്ദിക്കുമെന്ന്, ഞങ്ങളുടെ രക്ഷയുടെ ദൈവത്തിന് ഞങ്ങൾ. കാരണം ഈ സാധനമൊന്നുമല്ല, വസ്തുവകകളല്ല അവൻ്റെ ജീവൻ്റെ ആധാരമെന്ന് കർത്താവ് പഠിപ്പിച്ചതുപോലെ. എന്തുണ്ട് ഇല്ല എന്നുള്ളതൊന്നുമല്ല, അതാണ് കാണാനായിട്ട് അവൻ്റെ കണ്ണ് തുറക്കുന്നത്. അതാണ് ആത്മീയത, വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ അനുഭവിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, പിന്നെ എന്ത് ചെയ്യുക, ഈ ലോകത്തിൽ വരുവാനുള്ള നല്ല വചനം എനിക്ക് ലഭിച്ചു, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ദാനം അനുഭവിച്ചു. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ എന്നാണ് ഇവിടെ പറയുന്നത്, പ്രിയപ്പെട്ടവർ, വെളിച്ചമുദിക്കുന്നവരായിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ തരിക. പാട്ടുകാരൻ അത് അന്തം വിട്ട് അത്ഭുതപ്പെട്ടായിരിക്കും അത് എഴുതിയ. ഈ പാർത്തലത്തിൻ്റെ സൃഷ്ടികർത്തനവൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ ഒടുങ്ങാത്ത ദൈവം ഈ മൺകൂടാരത്തിനകത്തോട്ട് വന്നു എന്നൊക്കെ പറയുന്ന ആ പാട്ടൊക്കെ പാടുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ നമ്മുടെ അകത്തുനിന്ന് സ്തുതി ഉണ്ടാകും. ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ
വെറുതെ പാടിപ്പോവും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയോ, സൃഷ്ടാവായ ദൈവം. ഒരു സൃഷ്ടിക്കും സൃഷ്ടാവിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. ഒരു കുശവന് ഒരു കുടത്തിലിറങ്ങി ഇരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടു, നമ്മൾ കാണുന്ന ഒരു കുശവൻ ഒരു കുടം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് അയാൾ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം ചെയ്തത് അതാ, അവൻ്റെ കൈകൊണ്ട് മെനഞ്ഞ ഈ കുടത്തിനകത്തോട്ട് ഈ മൺകൂടാരത്തിലേക്ക് എൻ്റെ ദൈവം ഇറങ്ങി വരിക. അവിടെയാണ് ശരിക്കും നാം തിരിച്ചറിയേണ്ടത്. ഈ ദൈവത്തെ ഞാൻ അറിയുക, ഈ ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഞാൻ. എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. മനുഷ്യനുണ്ടാക്കാൻ ശ്രമിച്ച ആലയത്തെയൊക്കെ നോക്കിച്ച് കർത്താവ് പരിഹസിച്ച് ചോദിച്ചിട്ടുണ്ട്, നീ എനിക്ക് എങ്ങനെ ആലയം ഉണ്ടാക്കാനാടാ? ശലോമോൻ അതാ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ജ്ഞാനിയായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സർവശക്തനല്ല സൃഷ്ടാവായ ദൈവം ഞാൻ ഉണ്ടാക്കിയ കൈപ്പണിയായ ദേവാലയത്തിൽ. പിന്നെ ഉടനെ ഒരു കാര്യം ചോദിച്ചാൽ, എന്നാലും ഞങ്ങളിവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് മറുപടി തരണേട്ടാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ദൈവം എനിക്ക് എങ്ങനെയുള്ള ആലയം ഉണ്ടാക്കും? നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ വസിക്കാം. അതുകൊണ്ടാണ് ഈ പുത്തൻ ഹൃദയവും ദൈവത്തിൻ്റെ ആത്മാവിനെയും തന്ന ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നതുകൊണ്ട് നിങ്ങൾ ദൈവസഭയിലെ അംഗമൊന്നും ആകൂല. കർത്താവ് പുതിയൊരു ഹൃദയം തന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. അതുകൊണ്ടാണ് ആ പ്രകാശനം ലഭിച്ചതെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ എങ്ങനെ പിന്മാറിപ്പോകുന്നത്? നമ്മൾ ഒരു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. 3:12 വായിച്ചു നോക്കി. നിങ്ങൾ ജീവനുള്ള ദൈവത്തെ, നിങ്ങൾ അവിശ്വാസികളായിരുന്നാൽ ഒരു ദുഷ്ടഹൃദയത്തിൻ്റെ ഉടമയായി തീരും, നല്ല ഹൃദയം പോലും കണ്ടാമിനേറ്റഡ് ആയി പോകുമെന്ന് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളൊരു ദുഷ്ടഹൃദയത്തിലേക്ക്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാമല്ലോ, നേരത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു, ഇപ്പോൾ ദൈവത്തോട് അടുത്തു. ഈ അടുത്തത് ആസ്വാദനമല്ലാതെ വരും നമുക്ക്. കാരണം ദൈവ സാന്നിധ്യം നമുക്കൊരു തലവേദനയായിട്ട് മാറും. എപ്പോഴാണ് തീരുന്നേ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ദൈവസാന്നിധ്യമൊന്നുമില്ല. ഒരു പരിപാടിയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പറഞ്ഞു, എന്താ പറയുന്നത്? അത് പതുക്കെ നിഗ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തോടുള്ള സംസർഗം പതുക്കെ നമുക്ക് ബോറടിയായിട്ട് മാറും. ഇത് സത്യത്തിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ് പ്രിയപ്പെട്ടവർ. ഞാനന്ന് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. രസകരമായ റീൽസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം വരും. എന്നാൽ ഉടനെ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ഉറക്കം വരും. എന്താ കാര്യം? നമ്മൾ സോ ട്യൂൺഡാണ് അതുമായിട്ട്. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ്? പ്രാർത്ഥനാ ജീവിതം. അപ്പം ഞാനൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്താലോ പ്രാർത്ഥനാ ജീവിതത്തെ? അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ പ്രെയർ, ദൈവിക സാന്നിധ്യത്തെ നെഗ്ലക്റ്റ് ചെയ്യാൻ സ്വാഭാവികമായൊരു ടെൻഡൻസി ഉണ്ട് പ്രിയപ്പെട്ടവർ. സിനിമ കാണുന്ന സന്തോഷമാണോ ഈ സഭായോഗത്തിന് വരുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എന്നാൽ വരികയും ചെയ്യും. കാരണം ഉള്ളിലൊരു കുത്തല്ല, വന്നില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് കാണും പിടിച്ചടിച്ചാലോ എന്തോന്നറിയാൻ പാടില്ല. ഒരു പക്ഷേ അത്രയൊക്കെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കൊരു ഉത്സാഹം കൊടുക്കണം. അതാണ് നമ്മുടെ ഈ പ്രെയർ നെഗ്ലക്റ്റ് ചെയ്യുക, ലോകത്തോടുള്ള പറ്റുമാനം വർദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ സ്വകാര്യ പാപങ്ങളെയൊക്കെ സന്തോഷിക്കുന്നവരുണ്ട്. പാപം ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ അസൂയപ്പെടുക അല്ലെങ്കിൽ സ്വാർത്ഥമാകുക, ഇതൊക്കെ ഒരു സ്വകാര്യമായ നമ്മളുടെ അത് തുടങ്ങി ഒരുപാട്. ഇതിനെ ഞാനിങ്ങനെ ലാളിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഉണ്ടാവും. അതുപോലെ അഹങ്കാരം, ഞാൻ ആരാണ്ടാണെന്നൊക്കെ ഉള്ളൊരു ചിന്ത, ഇതെല്ലാം സത്യത്തിൽ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിൽ ഉടലെടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അൾട്ടിമേറ്റായിട്ട് കർത്താവിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. അത് എവിടെ എത്തിയെന്നുള്ളത് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആങ്കർ ചെയ്യാത്ത കപ്പലും മറ്റും അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. ഇതുപോലെയാണ് ഈ പറഞ്ഞ ദുഷ്ടഹൃദയം. അവിടെ നാം മനഃപൂർവ്വമായിട്ട്, ആ വാക്യം അങ്ങനെ വായിക്കുന്നത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ. അടുത്ത വാക്യം കൂടെ ചോദിച്ചു. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഇന്നലകളും നാളുകളും തീരുന്ന ഒരു സമയം വരികയാണ്. അവിടെ വരെയും ഇതിനെ കരുതണമെന്നാണ് പറഞ്ഞേ. അതുകൊണ്ടാണ് പാപം നമ്മളെ പതുക്കെയാണ് നമ്മളെ വഞ്ചിക്കുന്നത്. ഒറ്റയടിക്ക് വച്ച് നമ്മളെ ചതിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു പോവുകയാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ വചനമൊന്നും വന്നാലും ഏക്കുകയില്ല. നീ കേട്ടങ്ങ് മരവിച്ചാലും ഒരു കാര്യവും ഇല്ലാതായി പോകും. ഇത് പാപത്തിൻ്റെ ചതിയാൽ നമ്മൾ കഠിനപ്പെട്ടു പോകുന്നതാണ്. ചില കാര്യങ്ങൾ തഴമ്പുണ്ടാകുക എന്നൊക്കെ പറയും. തഴമ്പ് അറിയത്തില്ലേ? ഈ പേന സ്ഥിരമായിട്ട് എഴുതുന്നവരുടെ കയ്യെ തഴമ്പ് വരും. പിന്നെ ചിലരാണെങ്കിൽ ഈ മൗസ് പിടിക്കുന്നവരാണെങ്കിൽ മൗസ് പിടിച്ച് ഇങ്ങനെ വെക്കുന്നതിൻ്റെ അകത്തിൽ ഇവിടെയൊക്കെ തഴമ്പ് വരും. അത്രയും വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ നമുക്ക് എന്തിൻ്റെ തഴമ്പാണ് ഉള്ളത്? ചിലരുടെയെങ്കിലും ബൈബിളിൻ്റെ നടുക്കെങ്കിലും ഇത്തിരി ഒന്ന് തള്ളി നിൽക്കുമായിരുന്നു പണ്ട്. ഇപ്പം ബൈബിൾ വായിക്കാത്തതുകൊണ്ട് അറിയത്തില്ല.
ഈ സങ്കീർത്തനം അവർ വായിക്കുന്നത്, സങ്കീർത്തനം സജസ്റ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഉന്തി വരും. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്ന അതുപോലെ ബൈബിളിൽ ചിലപ്പോൾ ചീത്തയാവും. അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റേതല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് തഴമ്പ് വരും. അതുകൊണ്ടാണ് ചതിയാൽ കഠിനപ്പെടുമ്പോൾ തഴമ്പ് വന്ന പോലെ ഒന്നും പിന്നെ ഏൽക്കൂല. അതുകൊണ്ടാണ് അവിടെ വെച്ച് പറഞ്ഞേക്കുന്നത് പാപം നമ്മളെ പയ്യെ പയ്യെ, അതുപോലെ നമ്മുടെ മനസ്സ് അവിടെ പറയുകയാണ് ഇന്ന് അവിടെ കഠിനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഇതെത്ര കേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ പതുക്കെ ഇതിനെ എന്താ പറഞ്ഞാൽ നമ്മൾ ശീലം കൊണ്ടും ഒക്കെ നമ്മളതിനെ ഡള്ളാക്കി കളയുക. നമ്മുടെ കോൺഷ്യൻസ് ഡള്ളായി പോകും, നമുക്ക് സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോകും. അങ്ങനെ നമ്മൾ പതുക്കെ ഇതിൽ നിന്ന് ഡ്രിഫ്റ്റഡായി പോകുമെന്നാണ് പറയുന്നത്. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞാലും, നേരത്തെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചിട്ട് ചെയ്തത് കുറച്ച് ദിവസമൊക്കെ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം ദുഃഖിപ്പിക്കുകയും കെടുക്കുകയൊക്കെ ചെയ്യാം. ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുക. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ദൈവം നമ്മളെ മാനസാന്തരത്തിലേക്കാണ് വിളിക്കുന്നത്. അവിടെ തോറ്റുപോയപ്പോൾ പോലും കർത്താവ് തിരിച്ചു വിളിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതത്ര പെട്ടെന്ന് താണു പോകുന്ന സാധനമല്ല. പത്രോസിനെ നോക്കൂ, 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇനി അത് മാത്രമാണോ? അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം മത്തായി സുവിശേഷം 26:75 പത്രോസിൻ്റെ ഒരു മനോഭാവം കാണാം. തള്ളിയൊക്കെ പറഞ്ഞു. തള്ളി പറയുന്നതിന് മുമ്പ് പത്രോസ് പറയുന്നത് മരിച്ചാലും ഞാൻ പറയത്തില്ലെന്നാണ്. പക്ഷെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പത്രോസിന് അവിടെ എഴുതിയേക്കുന്നത്, എന്നാറേ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി. അത്രയും മതി പ്രിയപ്പെട്ടവരെ, അത്രയും മതി. അതിദുഃഖത്തോടെ ഇതിനുള്ള ഒരു മടങ്ങിവരവിനുള്ള ഒരു പ്രൊവിഷനുണ്ട്. കഠിനം യെശയ്യാവിൻ്റെ പുസ്തകമൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും നമുക്ക് ഞാൻ വെളുപ്പിക്കാവുന്നേ, നീ മടങ്ങി. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. വീണുപോയെങ്കിലോ മടങ്ങി വരാൻ ഓപ്ഷനുണ്ട്. മടങ്ങി വരണം. നമ്മുടെ കൂട്ടായ്മ, കർത്തൃമേശ, നമ്മളുടെ കൂട്ടായ്മയിൽ ദൈവവചനം കേൾക്കുന്ന സമയത്ത് അതിതീവ്രമായ ഒരു ദുഃഖത്തോടുകൂടെ തന്നെ നമുക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു വകുപ്പുണ്ട്. അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നുമല്ല. പക്ഷേ എങ്ങാനും അവിടെ യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ പറയുന്നത്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാനാണ് ഞാനിത് അവിടെ വായിക്കും. കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. പാപം ചെയ്യാനല്ല, പാപം ചെയ്യാതിരിക്കാനാണ്. എങ്കിലും പാപം ചെയ്തുവെങ്കിലോ മറച്ചു വെക്കണ്ട, മൂടി വെക്കണ്ട, ഒരു വിശുദ്ധനെ പോലെ ആരെ അഭിനയിച്ച് കാണിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യരോടും പറയണ്ട കേട്ടോ. ചിലരുണ്ടല്ലോ എണ്ണീറ്റ് നിന്ന്, ഞാനൊരു പാവം ചെയ്തേന്ന്. അന്ന് അത് പഴയ നിയമകാലത്തുണ്ടായിരുന്നതാണ്. പാവം ചെയ്തവനൊരു ആളെ കൊണ്ട് വരുന്നുണ്ട്, അവൻ വിളിച്ച് പറയുന്നത് ഞാൻ പാവം ചെയ്തേ. ഇന്ന് ദൈവത്തോട് ഡയറക്റ്റ് ആക്സസ്സാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 4:16 എബ്രായ ലേഖനത്തിലെ ഒരു തുറന്നു കിടക്കുന്ന കൃപാസനമുണ്ട്. അവിടെ നമുക്ക് കരുണ ആദ്യം ലഭിക്കും. എന്താ ഈ കരുണയെന്നറിയാമോ? ചെയ്തു പോയ തെറ്റിൻ്റെ കരുണ ലഭിക്കുക. ധൈര്യത്തോടെ അവിടെ ചെല്ലണം. ഇനിയും എനിക്ക് അവിടുന്ന് തത്സമയത്ത് സഹായത്തിനുള്ള എന്താ കൃപയെന്നറിയാവോ? ഇനിയും പുറത്തോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ് ഈ കൃപ. അത് രണ്ടും പ്രാപിക്കണം. കരുണ ലഭിക്കുകയും കൃപ ലഭിക്കുകയും. ഈ മേശയിലൊക്കെ കരങ്ങളെ നീട്ടുമ്പോൾ ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ഞാനതുകൊണ്ടാണ് നിങ്ങളിൽ ആരെങ്കിലും വ്യക്തിപരമായിട്ടൊക്കെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മാനസാന്തരപ്പെടാതെ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിനെ മൂടി വെച്ചിട്ട് നിങ്ങൾ തന്നെ പോകുമ്പോൾ നശിച്ചു പോകുന്നതിന് മുമ്പ് സാമഭേദം ദണ്ഡമെല്ലാം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പത്രോസിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാളുടെ പേരാണ് യൂദ. മാനസാന്തരത്തിന് ഇടം കണ്ടില്ല, ആളുടെ അടുക്ക പോയി. മാനസാന്തരം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലെ മനോഹരമായ മാനസാന്തരമാണ് യൂദാസിൻ്റെ എൻ്റെ ചിന്ത. പക്ഷേ ദൈവത്തോടുള്ള മാനസാന്തരം അല്ലായിരുന്നേ ഉള്ളൂ. അവൻ ചെന്ന് പറയുന്ന വാക്കുകളാണ്, പുരോഹിതൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അയ്യോ, ഞാൻ കുറ്റമില്ലാത്ത രക്തം കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ പൈസ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു. പൈസയൊക്കെ യൂദ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സക്കായിക്കുണ്ടായതിനേക്കാളും വലിയ മാനസാന്തരം ഉണ്ടാകണം യൂദയ്ക്കെങ്കിലേ. പൈസ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ വിടൂല. അറിഞ്ഞിട്ടില്ലേ, ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. ഇയാൾ പൈസ വലിച്ചെറിഞ്ഞു. അവസാനം ഇവർ വാങ്ങാൻ ചെയ്ത് വലിച്ചെറിഞ്ഞ് കളയുകയാണ്. അതുമാത്രമാണോ? അവൻ പോയി അവൻ കെട്ടിഞ്ഞാന്ന് പ്രാണം കളയാൻ തയ്യാറായെന്നേ. അത്രയും അമ്പൻ. പക്ഷേ പറഞ്ഞ ആൾ മാറിപ്പോയി. അവൻ ആ ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് അവനെ പറുദീസയിൽ കർത്താവ് ഇരുത്തിയേനെ. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ അവനെ കുറ്റപ്പെടുത്തണ്ട. നമ്മളുടെയും സ്ഥിതി ഇതാ, മൂടി വെക്കുന്നവന്, ലംഘനം മൂടുന്നവന് ശുഭം വരികയില്ല. എന്നാൽ ഏറ്റുപറയാനായിട്ട് തുറന്നിരിക്കുന്ന ഒരു അതുകൊണ്ട് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെയൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അതിന് 17-ാമത്തെ വാക്യത്തിൽ എന്താ? കർത്താവേ, ഹനനയാഗവും
ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ എന്ന് പറയുന്നത് എന്താ? തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ, ഈ തിരിച്ചറിവുണ്ടാകണം പ്രിയപ്പെട്ടവർ. എൻ്റെ കർത്താവ് വാദിക്കാമെന്ന് പറയുക, രക്താംബരം പോലെ ചുവന്നാണെങ്കിലും നിന്നെ ഞാൻ വെളുപ്പിച്ച് തരാം, പക്ഷെ മടങ്ങി വരണം. ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ കേസൊക്കെ നമുക്കറിയാവുന്നതല്ലേ. എന്നാ സ്ഥിതിയാന്ന് ആലോചിച്ചേ. വീതം വാങ്ങിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പോയതാ. അവൻ ചെലവഴിച്ച് നശിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവനങ്ങ് അതിൻ്റെ നെല്ലിപ്പലകയിലെത്തിയതാ. പന്നിക്കൂട്ടിൽ, ഒരു യഹൂദൻ പന്നിക്കൂട്ടിൽ വരെ പോകുക എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും അറപ്പുള്ള സാധനമാണ് ഈ പന്നികളെ വളർത്തുക എന്ന് പറയുന്നത്. അവിടെ നോട്ടക്കാരനായിട്ട് അവനെ കൊണ്ടുപോയി. എന്നിട്ട് പറയുകയാണ്, ആ പന്നിക്ക് കൊടുക്കുന്ന ആ വാളവരെയെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, അവൻ്റെ അധപ്പതനത്തിൻ്റെ ഏത് ലെവലാണെന്ന് ആലോചിക്കൂ. അവിടെ വെച്ച് അവന് സുബോധം ഉണ്ടായിട്ട് അവൻ പറഞ്ഞ വാക്കുകളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൽ 15-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ അടുക്ക ചെല്ലും, ഞാൻ ചെന്ന് പറയും സ്വർഗത്തോടും നിന്നോടും, പാപം ചെയ്ത് ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക്. പക്ഷെ നിൻ്റെ വേലക്കാരിൽ, കാരണം നിൻ്റെ വേലക്കാരിൽ എത്രയോ പേര് ഭക്ഷണം കഴിച്ച് കിടക്കുന്നു, പന്നിയുടെ ഭക്ഷണമല്ല, അതെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയെന്ന് അവന് സുബോധം വന്ന് അപ്പൻ്റെ അടുക്കലേക്ക് വരിക. അപ്പൻ അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന എന്ത് മനോഹരമായ പിക്ചറാ. പക്ഷെ ഇത്ര സ്നേഹമുള്ള അപ്പൻ പന്നിക്കൂട്ടി വരെ ചെന്നില്ല. അവിടെയാണ് നമ്മുടെ റോളുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇത്ര ഭയങ്കര സ്നേഹം, ഭയങ്കര നിറഞ്ഞിരിക്കുന്ന അപ്പൻ. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്നാൽ പിന്നെ ഈ പുള്ളിക്കാരൻ എന്നാൽ പിന്നെ എന്തുകൊണ്ട് പന്നിക്കൂട്ടിൽ ചെന്ന് വിളിക്കാഞ്ഞെന്ന് ഇല്ല. അവിടെയാണ് മാനസാന്തരപ്പെടുവീൻ എന്നുള്ള വേദപുസ്തകത്തിൻ്റെ വാക്യം. അത് പുതിയ നിയമത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ. പ്രവാചകന്മാരെ മുഴുവൻ പേരെ വിട്ടപ്പോഴും ദൈവം അവരോടെല്ലാം പറഞ്ഞത് മടങ്ങി വരാനാണ്, മടങ്ങി വരാൻ. മാനസാന്തരം എന്നുള്ള വാക്ക് യോഹന്നാൻ സ്നാപകനിൽ കൂടെ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് മാനസാന്തരപ്പെടുവീന്ന. യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുവീന്ന. നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഗതിക്ക് നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം. നിൻ്റെ അവസ്ഥ എന്തുമാകട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരു 100,000 അവസരങ്ങളും കാരണങ്ങളും കാണാം. അടുത്തു വരാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ പ്രിയപ്പെട്ടവർ. എന്തത്? മാനസാന്തരപ്പെടുക. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഈ സഭയോടൊക്കെ കർത്താവ് പറയുമ്പോൾ പോലുമേ അവർ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടു. എഫെസോസ് സഭയോട് അതാ പറയുന്നത്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറയുക. സർദീസിലെ സഭയോട് പറയുന്നത് നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ അതുകൊണ്ട് നീ മടങ്ങി വാ. ഇനി ലവോദിക്യ സഭ ഒരു ഹോപ്പുമില്ല, യാതൊരു ഹോപ്പ്ലെസ് ചർച്ച. അതിനോടും പറയുന്നത് എന്താണെന്നറിയാമോ? അതിന് വേറൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അറിയാം, ഞാൻ ഈ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ഈ സഭ മടങ്ങി വരണമെന്ന് സാധ്യതയില്ല, ആരെങ്കിലും ഒരുത്തൻ വേണേ എണ്ണീറ്റ് വന്നാൽ നമുക്ക് അവനുമായിട്ട് അടമ്പടി സാധിക്കും. എന്നാ പദ്ധതിയാണെന്ന് ആലോചിക്കും പ്രിയപ്പെട്ടവർ. ഒരു പക്ഷേ ഇവിടെയൊക്കെ കൂടി വന്നിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിശ്വാസികൾ വന്നിട്ടുണ്ടാവും, രക്ഷിക്കപ്പെടാത്തവർ വന്നിട്ടുണ്ടാവും, സ്നാനപ്പെട്ടെങ്കിലും ശരിയായ സ്നാനം എടുക്കാത്തവർ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ദൈവവചനം കേട്ടിട്ട് തലയ്ക്ക് മേളിൽ കൂടെ ഇപ്പോൾ പോകുന്ന ആളുകൾ ഒത്തിരി ഉണ്ടാവും ഇവിടെ. പക്ഷേ നമുക്ക് ഒറ്റ കാര്യം എല്ലാവർക്കും കോമണാണ്. എന്താ? മാനസാന്തരപ്പെട്ട് മടങ്ങി വരാം. ഒറ്റ ഹൃദയ തീർക്കത്തോടെ ഒറ്റ നെഞ്ചത്തൊരടിയാണ് എൻ്റെ കർത്താവേ എന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം. ഈ തോമസിനെ നമ്മൾ കളിയാക്കുമെങ്കിലും തോമസാണ് ആദ്യമായിട്ട് കർത്താവിനെ വിളിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവം. അന്ന് വരെ ഒരുത്തിനും വിളിച്ചിട്ടില്ല. ഇത്തിരി സംശയിച്ചാലും വേണ്ടില്ല, വിളിക്കുമ്പോൾ ഇതുപോലെ വിളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നാണ് വിളിച്ചേ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാ. അവൻ കൈയിട്ട് നോക്കിയാലും തെറ്റില്ല, പക്ഷേ അവൻ്റെ വിളി അത് അപാരമായൊരു വിളിയാണ്. നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകിയെന്ന് നാമം ഇതിനു വേണ്ടി അവകാശവാദം പറയാനൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നത്. വ്യക്തിപരമായ ആ ബന്ധം അത് എങ്ങാനും മുറിഞ്ഞു പോയെന്ന് തോന്നിയാൽ നേരെ വന്ന് സ്ഥാപിക്കേണ്ടതാണ്. അതിനാണ് കർത്താവ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളെ വിളിക്കുക. ദാവീദ് അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ വേദോത്സവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും മഹാവേണ്ടാധീനമാണ് ശരിക്കും ദാവീദ് കാണിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന 11-ാമത്തെ വാക്യമുണ്ട്, 51-11 പറയുന്നത്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അടുത്ത വാക്യം, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന്. അടുത്ത് പിന്നെ വായിക്കുന്നൊക്കെ ഉണ്ട്, നിൻ്റെ രക്ഷയുടെ സന്തോഷം. അതിൻ്റെ 10-ാമത്തെ വാക്യം അതിന് തൊട്ട് മേളിലത്തോട് വായിച്ചാൽ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്
എന്നിട്ട് നിന്റെ പരിശുദ്ധ എന്തോ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ. പഴയ നിയമകാലത്ത് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ വെളിപ്പാടിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നാം അങ്ങനെയുള്ളവരാ. കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്തവരാ. നമുക്ക് വീണ്ടും യഥാസ്ഥാനപ്പെടാനുള്ള മാർഗം മുഴുവനും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു, ഒരിക്കൽ സ്വർഗീയദാനം ലഭിച്ചവർ, വരുവാനുള്ള രാജ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ. കൺവിക്ഷനോട് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായ കൺവിക്ഷനാണ് തരുന്നത്, കൃത്യമായ ബോധ്യമാണ് തരുന്നത്. ദ ഹോൾസം ലൈഫ്, അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് കർത്താവിൻ്റെ ആത്മാവ് തരും. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ്, എൻ്റെ കർത്താവ് എനിക്ക് എന്താ ചെയ്തത്, ഈ ദൈവത്തിൻ്റെ വചനം എന്താ പറയണത്, ഇത് മുഴുവനും പരിശുദ്ധ ആത്മാവാ എനിക്ക് ബോധം വരുന്നത്. സത്യം ബോധം വരുത്തുക. നേരത്തെ കേട്ട സത്യമില്ലേ, ആ സത്യത്തെക്കുറിച്ച് എനിക്ക് ബോധം. സത്യത്തിൻ്റെ ആത്മാവാ എന്നെ സകല സത്യത്തിലും അവൻ വഴി നടത്തുകയാണ്. എനിക്ക് കർത്താവ് പറഞ്ഞത് മുഴുവനും അവൻ തെളിയിച്ച് തരിക. ഇതാ വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന് പറയുന്നതാ. ആത്മാവിന് ഞാൻ വിധേയപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ക്ലെൻസ് ചെയ്യുന്നതാ. എപ്പോഴും ഒരു തോട്ട് പോലും. നേരത്തെ വായിച്ചപ്പോൾ ഒരു വാക്യം പറഞ്ഞു, അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ വായാകുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ? അധമമായത് ഒഴിച്ച്. ഇനി യെശയ്യാവിൻ്റെ അയ്യോ ഞാൻ അശുദ്ധൻ, ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം എന്താ ചെയ്തേ? ആ യാഗപീഠത്തിൽ മേൽ നിന്ന് ഒരു കനൽ എടുത്തു കൊണ്ടുവന്ന് എവിടെ തൊടിച്ചേ? തലയിലല്ല, നെഞ്ചത്തുമല്ല. അവൻ്റെ ഈ കനൽ നിൻ്റെ അധരത്തെ തൊട്ടതിനാൽ നീ ഇപ്പോൾ അകൃത്യം നീങ്ങി. നാവാണ് പ്രശ്നം. അവിടെ എൻ്റെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധ ആത്മാവ് എൻ്റെ മേലിറങ്ങി വരുമ്പോൾ ഈ നാവിൻ്റെ അടക്കമുള്ള നിയന്ത്രണങ്ങൾ മുഴുവൻ അവൻ ഏറ്റെടുത്തിട്ട് എന്നെ ശുദ്ധനെന്ന് വിധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളെ ക്ലെൻസ് ചെയ്യുക, വീണ്ടും ദ്രവ്യാഗ്രഹിയാക്കുകയല്ല. അല്ലെങ്കിൽ ഭാവി പറഞ്ഞ് കണ്ടവരുടെ ഇന്ന് കാശ് പിടുങ്ങാനൊക്കെ ഇതിനെയൊക്കെ ചുമ്മാ ഉപയോഗിക്കുന്നതാണ്. ഇന്നലകളുടെ കാര്യം പറയുന്നവരും നാളുകളുടെ കാര്യം പറയുന്നവരും കള്ളന്മാരാ. ഇന്ന് എന്ന് പറയുന്ന ദിവസം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുക, അതാ ഇന്നുകളിൽ ജീവിക്കൂ. നിത്യതയിൽ ഇന്നേ ഉള്ളൂ. ഭാവി പറഞ്ഞ് അന്തം പിടിക്കുന്നതൊക്കെ ഇന്നലകളിൽ ജീവിക്കുന്നവർക്കാ. ഇന്നുകളിൽ ജീവിക്കുന്നവർക്ക് ഭാവിയില്ല, അവരുടെ പാസ്റ്റുമില്ല, ഭൂതകാലവുമില്ല, ഭാവി കാലവുമില്ല. അവർ പ്രസൻറ്റ് നിത്യതയിൽ ജീവിക്കുന്നവരാ. എൻ്റെ യേശു എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി എന്താണോ അത് തന്നെ. എൻ്റെ മുന്നും പിന്നും അടച്ചവൻ, എൻ്റെ മേൽ കൈവച്ചവൻ, അവനറിയാം എന്നെ എന്താക്കണമെന്ന്. എന്തു ചിന്തിച്ച് അവിടെയാണ് രാജത്വം വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവർ. അതിനായിട്ടായിരിക്കണം. ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയുള്ളവൻ സത്യത്തിൽ ഈ ഭൗമികമായതിൽ ജീവിക്കുന്നവനാ, ലൗകികമായതിൽ ജീവിക്കുന്നവനാ, അവൻ ജഡികമായി ജീവിക്കുന്നവനാ. എന്നാൽ ഉയരത്തിലേത് ചിന്തിക്കുന്നവൻ്റെ ഭാവി അവൻ്റെ സുരക്ഷിതമാ. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാ. അവൻ്റെ ഭാവി എന്താണോ അതാണ് എൻ്റെ ഭാവി. സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ അറിയണമെന്ന് ആഗ്രഹം കാണും. അതങ്ങനെയല്ല. എൻ്റെ കർത്താവ് അതുകൊണ്ട് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായുള്ളൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ എന്ന് പറയുക. അതുകൊണ്ടാണ് ഈ പാപങ്ങളെ ഏറ്റുപറയുന്നവനും മറ്റും ലഭിക്കുന്നതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് പ്രിയപ്പെട്ടവർ. കർത്താവ് എന്നെ ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന, അവൻ എൻ്റെ സകല ഭയത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എന്ത് ചെയ്തു? സകല ഭയത്തിൽ റിപ്പീറ്റഡായിട്ട് പറഞ്ഞിരിക്കുക സങ്കീർത്തനക്കാരൻ. എന്താ കാര്യം? ഞാൻ ഇതെല്ലാം ഓർത്ത് ഭാവിയെ ഓർത്ത് ആകുലപ്പെടുകയും വ്യാകുലപ്പെടുകയും അല്ലെ അതിനെ ഓർത്ത് ഭയപ്പെടുകയും ഒക്കെ ചെയ്യും. ഒറ്റ നിലവിളിയോടുകൂടി എനിക്ക് കാര്യം സാധിച്ചു തരിക. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുന്നൊന്നും ആരും ചിന്തിച്ചു കളയല്ലേ. എൻ്റെ കർത്താവ് ദിവ്യമായ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും അതാ പറയുന്നത്. അവൻ സകല ബുദ്ധിയും കവിയുന്ന. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ദൈവമല്ല, ദൈവം പറയുന്ന നിങ്ങളായിരിക്കണം നിങ്ങളുടെ ആത്മീയൻ. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ദൈവമല്ല, നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ദൈവമല്ല, പകരം ദൈവം പറയുന്ന അനുസരിക്കുന്ന നമ്മളായി മാറണം നാം. അവിടെയാണ് ആത്മീയത ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവിനറിയാം. നിങ്ങളാരെങ്കിലും കയറുന്ന ട്രെയിനിനകത്തിൽ ആ ലോക്കോ പൈലറ്റിന് ഈ ശരിയായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ഇനി എന്തിനാ ബസ് ഓടിക്കുന്ന ആൾ? ഒരാളുടെയും നമ്മൾ അതൊന്നും പരിചയം. പക്ഷെ ദൈവത്തിൻ്റെ അടുക്ക വരുന്നതാണ്, ഒക്കുവോ, ശരിയാവും, അത് കൊള്ളൂല, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിയും. ദൈവരാജ്യത്തിന് പറ്റിയവനല്ല, അവനിൽ വിശ്വസിക്കുക. അങ്ങനെ യേശുവിനെ അല്ലെങ്കിൽ കർത്താവിനെ നിങ്ങളുടെ സമസ്ത മേഖലയിലും കർത്താവായിട്ട് തന്നെ വിശുദ്ധീകരിക്കാനാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അവൻ നിങ്ങളുടെ കർത്താവായിട്ട് വരുന്നു എന്ന്. അതുകൊണ്ടാണ് അവിടെ ശരിക്കും പാപത്തെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-7 വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ വാക്യമാണ്. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, ധാരാളമായി ശമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
തിരിവാണ് ആവശ്യം പ്രിയപ്പെട്ടവരെ. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, എൻ്റെ ദൈവത്തിന് ഞാൻ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയണമെന്ന് മാത്രമേ. അതങ്ങനെ വരുന്ന ചെല്ലുന്നുണ്ടെയാണ് ഈ യാക്കോബൊക്കെ നല്ല മറുപടി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ. നിങ്ങൾ എന്തേ ചെയ്യണ്ടേ? ആ ദൈവത്തിനോട് അടുക്കണം. അതിന് മുമ്പ് വായിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തോട് അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? പിശാചല്ല വരുന്നത്, ദൈവം അടുത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് പറയാം, അടുത്ത വാക്യം പറയാം, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. ഹൃദയങ്ങളെ എന്നിട്ട് ശുദ്ധീകരിക്കാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ശുദ്ധീകരണത്തിനാണ് പ്രിയപ്പെട്ടവർ. ഈ അഴുക്ക് ചിന്തകളും വെച്ച് അതിൻ്റെ പുറത്ത് പോളിഷ് അടിച്ചുകൊണ്ട് പോകാനല്ല. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. ഞാനിത് പറയാൻ പോലുമുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കൂടെ നടന്ന ഒരുപാട് പേരൊക്കെ കുറേ വർഷങ്ങൾ ചിലവഴിച്ചിട്ടും നഷ്ടപ്പെട്ടു പോയോന്നൊരു സംശയം. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവർ, ഇവിടെ നിങ്ങളാരും ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ മുഖാന്തരം ഒരു മതത്തിൽ ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു സാധനവും ഇവിടെ ചെയ്യില്ല. മതമെന്ന് തോന്നുന്ന യാതൊരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. പലപ്പോഴും നമ്മളെ സെൻട്രൽ പാസ്റ്ററാക്കാം, അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ മേളിലിരുത്ത് പുരോഹിതനാക്കാനും ഒക്കെ വരും. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനും ഞാൻ നിന്ന് തരില്ല. കാരണം അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതിനേക്കാളും സങ്കടമാണ് നിങ്ങളിൽ ആരെങ്കിലും ഇതൊക്കെ വീണ്ടും സംഭവിക്കുമോ എന്ന്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ ഒരു ആശ്വാസം വിഷമിച്ച് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞ്, എടാ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂദ 12 പേരിൽ യൂദ പോയില്ലേ? ഇനിയും പൗലോസ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെയൊക്കെ നിന്ന് പിഴയ്ക്കണമെങ്കിൽ ജോൺ മാർക്കിന് പറ്റിയില്ല. നിന്ന് പിഴച്ചവൻ ആര്? ദേമാസ്. അതായത് രാവിലെ 5:30 എണ്ണീക്കണമെന്ന് പൗലോസ് ചിന്തിച്ചാൽ 5:15 ബാക്കിയുള്ള റെഡിയാകണം. അങ്ങനെയുള്ള പൗലോസിൻ്റെ കൂടെ നിന്നയാളാണ് ആര്? ദേമാസ്. അവസാനം എഴുതിയേക്കും, അവൻ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയെന്നേ ഉള്ളായിരുന്നെങ്കിൽ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്, അവൻ പ്രിയപ്പെട്ടവരെ ആത്മാവിനെ കെടുത്തുന്നവനും ലോകത്തെ സ്നേഹിച്ചും പോകുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ ഒരുപാടുണ്ട്. അപ്പം തിന്നവരും പിറ്റേന്ന് അന്വേഷിച്ചവരുമായ ആളുകളെല്ലാം കർത്താവ് പിന്നെ എന്നെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ മടങ്ങിപ്പോയവരുടെ എണ്ണം അവിടെ നിന്നവരുടെ എണ്ണത്തേക്കാൾ എക്സ്പൊണൻഷ്യലായിട്ടുള്ള വളർന്നു, ഭയങ്കര കൂടുതലാണ്. 12 പേരാ അവിടെ നിന്നത്. അവരോടും കർത്താവ് ചോദിച്ചു, നിനക്കും പോവാൻ? അതിലൊരുത്തൻ യൂദയായിരുന്നു. ബാക്കി ജനം വലിയ പുരുഷാരം മടങ്ങിപ്പോയത്. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞു, ഇത് ശേഷിപ്പിൻ്റെ ഒരു വാതിലാണ്. ശേഷിപ്പിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഞെരുക്കമുള്ള വഴിയും, ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തുന്നവർ ചുരുക്കവുമായതാണ്. എന്നാൽ അപ്പുറത്ത് വലിയൊരു വിശാലമായ വാതിലും വിശാലമായ വഴിയും ധാരാളം പേർ കണ്ടെത്തുന്നതുകൊണ്ട് അവർ പോകണമെന്നോ നശിക്കണമെന്നോ ഒന്നുമല്ല, ഓപ്ഷൻ എപ്പോഴുമുണ്ട്. കുറേ ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കുന്നത് അതായിരുന്നു നല്ലതെന്ന് തിരിഞ്ഞു പോകുന്നവരെ കാണുന്നു. ആകല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി, യൂദയെ യഥാസ്ഥാനപ്പെടുത്താൻ പറ്റിയില്ല. ദാവീദിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി, ശൗലിനെ യഥാസ്ഥാനപ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ധൂർത്തപുത്രൻ്റെ കഥ പറഞ്ഞപ്പോൾ ധൂർത്തപുത്രനെ കർത്താവ് രണ്ടാമത് അവനെ കൊണ്ടുവന്ന് ചേർത്തു. പക്ഷെ മൂത്തപുത്രൻ പുറത്താ. അതൊക്കെ ശരിക്കും എന്തൊരു കോൺട്രാസ്റ്റ് എന്ന് ആലോചിച്ച് നോക്കൂ. അകത്ത് അപ്പൻ്റെ കൂടെ നിന്നിരുന്നവൻ്റെ ഉദ്ദേശം അപ്പോഴാണ് വെളിപ്പെട്ടത്. എനിക്കും നീ ഒരു എന്തിന് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആനന്ദിക്കേണ്ടതിന്. അപ്പം എപ്പോഴാണ് വെയിറ്റ് ചെയ്യുന്നത്? ഈ അപ്പൻ ചത്തിട്ട് ഒരു 5-6 ആട്ടിൻകുട്ടിയെ എടുത്ത് കൂട്ടുകാരെ എല്ലാം കൂടെ വിളിച്ച് അർമാദിക്കണമെന്നാണ് പുള്ളി ആഗ്രഹിക്കണേ. പുള്ളിയുടെ ആകെയുള്ള ആഗ്രഹം ഈ അപ്പനൊന്ന് ചത്ത് കിട്ടണമെന്ന്. അല്ലാതെ ഇളയ മകനേക്കായാലും വലിയ മാനസാന്തരം ഉണ്ടായിട്ടല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അവൻ പുറത്തും ഈ ഇളയ മകൻ അകത്തും. അതാ സെക്കൻഡ് മൈൽ, സെക്കൻഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തു നിന്നവൻ അകത്തായി, അകത്ത് നിന്നവൻ എന്ത് മനോഹരമായ ഒരു ഉപമയാണ്. നമ്മൾ പലപ്പോഴും ഈ ധൂർത്തപുത്രൻ്റെ കഥ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷേ മൂത്തപുത്രനെ ഓർത്തിട്ടാണ് വലിയ ഗതികേട് തോന്നുന്നത്. സഭയിലിരിക്കുമ്പോൾ അത് ഓർക്കണേ പ്രിയപ്പെട്ടവർ. വീട്ടിൽ നിന്നാണ് പോയതവൻ. അതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒടുക്കമായിരിക്കണം നല്ലത് പ്രിയപ്പെട്ടവർ, തുടക്കത്തെക്കാളും. അങ്ങനെയാണ് സഭാപ്രസംഗിയിലെ ഒരു വാക്യമുണ്ടല്ലോ, 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്നാണ് പറയുന്നത്. തുടക്കത്തേക്കാൾ ഒടുക്കമാണ് നല്ലതെന്നാണ് പറയുന്നത്. എബ്രായ ലേഖനത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിങ്ങളുടെ വിശ്വാസം അനുകരിക്കേണ്ടത് ആരുടേതാണെന്ന് 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലാണ്. നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച്
നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം അനുകരിച്ചിട്ട് വലിയ കാര്യമില്ല. ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം, തുടക്കക്കാരുടെ വിശ്വാസം അനുകരിക്കാനായിട്ട് അവർ വിശ്വാസത്തിൽ കമ്പി വളയ്ക്കും, വിശ്വാസത്താൽ പാമ്പിനെ കയറി പിടിക്കും, പിന്നത്തേതിൽ പോകുമ്പോൾ ഒരു പൊടി പോലും കാണത്തില്ല. അങ്ങനെയുള്ളവരുടെ വിശ്വാസമല്ല അനുകരിക്കേണ്ടത്, ജീവാവസാനം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ, കോമയിട്ട് നിർത്താവുള്ളൂ, ഫുൾ സ്റ്റോപ്പ് ഇടല്ലേ. ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ, ഒരു കോമയിട്ട് നിർത്തണം. വിശ്വാസം അനുകരിക്കേണ്ടത് അങ്ങനെ സാക്ഷികളുടെ സമൂഹത്തെ അവിടെ വെച്ചിരിക്കുക. നിങ്ങളോട് വചനം പ്രസംഗിച്ച് നടത്തിയവരാകാം, അവരുടെ അന്ധമായ വിശ്വാസം അവരെയല്ല, പകരം എന്ത് ചെയ്യാണ്, നിങ്ങൾ അവരുടെ ജീവാവസാനം ഓർക്കണം. നല്ലതായിട്ട് തുടങ്ങിയാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവർ, നന്നായി അവസാനിപ്പിക്കണം. നല്ല തുടക്കമുണ്ടാവണം, നല്ല ഒടുക്കം ഉണ്ടാവണം. കർത്താവിൻ്റെ വായിൽ നിന്ന് അവസാനം കേൾക്കണം. എന്താ? നല്ലവനും. എത്ര ഉപമയിലെ കർത്താവ് ഇത് പറയുന്നത്. ഈ വിളക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയ കന്യകമാർ 5 പേർ കൈവിടപ്പെടുകയാണ്, ഭയങ്കര പ്രിപ്പയർഡാണ്. അവിടെ പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് അവസാനം നന്നായി തുടങ്ങിയിട്ട് അവസാനം നഷ്ടപ്പെട്ടു പോയുന്നത് ഭയങ്കര ഹൃദയഭേദമാണ് പ്രിയപ്പെട്ടവർ. തുടക്കത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ നന്നായി അല്ലാതെ തുടങ്ങിയവരെല്ലാം നഷ്ടപ്പെട്ട് തന്നെ പോകും. പക്ഷേ എങ്കിലും നന്നായി തുടങ്ങിയിട്ട് നന്നായി തന്നെ അവസാനിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥർ. അതുകൊണ്ടാണ് ആ വാക്യം പറയുന്നത്, നിങ്ങൾ ഈ സ്വർഗീയദാനം ലഭിച്ചവരോ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ആസ്വദിച്ചവരോ നിങ്ങൾ പ്രകാശനം നിങ്ങൾ ലഭിച്ചവരാണെങ്കിലോ നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങളെ പിന്നെ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവർ, ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവർ നിങ്ങളെ വീണ്ടും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ അങ്ങനൊരവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് മാനസാന്തരപ്പെടാനായിട്ട് കഴിയും. റോമാലേഖനത്തിലൊക്കെ നമ്മളോട് പറയുന്നത്, നിങ്ങളെപ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ. നമ്മളെ കർത്താവിന് ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ ഇവിടെ ഇറങ്ങണം, ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കണം. ഇന്ന ആളോട് ഇത് പറയാൻ പറഞ്ഞാൽ പറയാൻ പറഞ്ഞത് പറയുക, പോകാൻ പറഞ്ഞത് പോവുക, വേറൊന്നും വേണ്ടെന്നേ. അതിന് ഒരു മനസ്സ് പുതുക്കലും രൂപാന്തരവും ആവശ്യമുണ്ട്. നമ്മുടെ ചിന്തകളെ മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരുടെ കാതൊക്കെ തുളച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ശബ്ദത്തിന് മാത്രം കാത് തുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? പണ്ടത്തെ ഒരു ആചാരമായിരുന്നു. അടിമ നിൽക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ കാത് യജമാനൻ തുളയ്ക്കും. എക്സോഡസിലുണ്ട്, ഇപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലുണ്ട്, 21-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ പറയും ഈ കാതോട് ചേർത്ത് വിളയ്ക്കാം. പിന്നെ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അവൻ സ്വമനസ്സാലെ അടിമയാകുക. ആ കാത് തുളയ്ക്കുക എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ശരിക്കും എൻ്റെ കർത്താവ് എന്നെ വിവേകമുള്ളവനാക്കിയെന്നാണ്. ഹിയറിംഗ് ഹാർട്ട്, കർത്താവിൻ്റെ ശബ്ദം മാത്രം കേൾക്കത്തക്കവണ്ണം എൻ്റെ കാതിനെ അങ്ങ് തുളയ്ക്കുകയാണ്. ഒരു ഹോട്ട് ലൈൻ നേരെ കർത്താവ് എന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അതിപ്പോൾ ഒരു വലിയൊരു പ്രകമ്പനം കൊള്ളുന്ന എക്കോ ചെയ്യുന്ന ശബ്ദമായിട്ടൊന്നുമല്ല. ഇതാ വഴി, ഇതിലെ നടന്നുകൊള്ളുക, ഇമ്പമുള്ള ശബ്ദം. അങ്ങനെ തുളയ്ക്കപ്പെട്ട കാതോടുകൂടി, കർത്താവിനായി തുളയ്ക്കപ്പെട്ട കാതോടുകൂടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. വേറെ വലിയ തട്ടുപൊളിപ്പൻ പരിപാടികളും ഒന്നുമില്ല, വേറൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. അവിടെ നഷ്ടപ്പെട്ടു വരും. ഗലാത്യ ലേഖനത്തിന് നിങ്ങൾ സഭയിലുള്ളപ്പം ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും ഒന്ന് വായിച്ചു നോക്കണം. എത്ര വാണിങ്ങാണ് അവിടെ. ഗലാത്യ ലേഖനത്തിലൊക്കെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ആരാണ് നിങ്ങളെ ശുദ്രം ചെയ്ത് എന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാവിലാണ് തുടങ്ങിയത്, ഇപ്പോൾ ജഡത്തിൽ അവസാനിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുകയാണ്, കേട്ടത് നിങ്ങളിൽ ഉപകാരമായി വരാതിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളിൽ അത് അനുസരണമായി വ്യാപരിക്കാത്തതുകൊണ്ട്. അനുസരണമാണ് ഇതിനകത്തിലെ കാര്യം. താഴ്ത്താനായിട്ട് നമുക്ക് കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പറയാം. സ്വർഗീയദാനം ലഭിച്ചവർ, വരുവാൻ ലോകത്തിൻ്റെ ശക്തി അറിഞ്ഞവർ പിന്മാറിപ്പോകാനിടയാകരുത്. സെൻസിറ്റീവ് ആകണം പരിശുദ്ധാത്മാവിന്. നമ്മളെ പ്രാർത്ഥനയിൽ ക്ഷീണിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ കേൾക്കുന്നതിന് കർത്താവിൻ്റെ വചനം നമുക്ക് ഡള്ളായി പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കാഴ്ചപ്പാടുകൾ മറഞ്ഞു പോകുമ്പോൾ, നിശ്ചയമായിട്ടും ലോകത്തോടുള്ള പറ്റുമാനം കൂടാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചതിക്കപ്പെട്ട ഹൃദയവഞ്ചനയിലേക്ക് നമ്മൾ മാറുകയാണ്, കഠിനപ്പെടുന്നവരായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് മടങ്ങി വരണം. ആ രക്താംബരം പോലിരിക്കുന്നതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിനോട് ഞങ്ങൾക്ക് ഇന്നൊരു മടങ്ങി വരവ് തരണം. ഞങ്ങളുടെ ഓരോ അവസരങ്ങളും വചനം കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് മടങ്ങി വരണം. കർത്താവേ, ഞങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ തരണം.
ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ തരണം. കർത്താവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഓരോ മേശയും കർത്തൃമേശയും നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേര് കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ആ ധൂർത്തപുത്രനെ പോലൊന്ന് മടങ്ങി വരാൻ തയ്യാറാകും? അല്ലെങ്കിൽ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ മാറത്ത് അല്ലെങ്കിൽ സ്വർഗത്തേക്ക് പോലും നോക്കാൻ കഴിവില്ലാതെ മാറത്ത് അവൻ അടിച്ചുകൊണ്ട് ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയാനായിട്ട്, കർത്താവെ എൻ്റെ ഈ പാപവശങ്ങളെ ഞാൻ അങ്ങയുടെ മുമ്പാകെ ഏൽപ്പിച്ചു തരുന്നു, കർത്താവെ ശുദ്ധീകരിക്കണമേ എന്ന് എത്ര പേര് ദൈവത്തോട് പറയും? അങ്ങനെ തന്നെ നമുക്ക് നിലനിൽക്കാൻ, കൃപയിൽ തുടങ്ങി കൃപയിൽ തുടർന്ന് കൃപയിൽ തന്നെ അവസാനിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേൾപ്പിച്ച എല്ലാ ദൈവവചനത്തിനായിട്ടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇപ്പോൾ ഞങ്ങളോട് ഇടപെട്ടതുപോലെ രക്താംബരം പോലെ ചുവന്നിരിക്കുന്നത് ഹിമം പോലെ ഞങ്ങളെ വെളുപ്പിക്കണമേ കർത്താവേ. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എഴുതിയത് പാപം ചെയ്തുവെങ്കിലോ കർത്താവേ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിനാൽ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനാൽ എൻ്റെ കർത്താവേ, ഇന്ന് ആ ശുദ്ധീകരണം പ്രാപിച്ചവരായി, പുതുക്കപ്പെട്ടവരായി കർത്താവെ ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ ഞങ്ങൾ വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന് വേണ്ടി മാത്രമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവിന് ഞങ്ങൾ സെൻസിറ്റീവ് ആകുവാൻ ഞങ്ങളെ സഹായിക്കണം. വീണുപോയവരുടെ അനുകാരികളാകാനല്ല, കർത്താവെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ അനുകാരികളാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മടങ്ങിവരവിൻ്റെ പാതയിൽ ഞങ്ങളെ നടത്തണമേ. മാനസാന്തരത്തിൻ്റെ പാതയിൽ ഞങ്ങളെ നടത്തണമേ. ആത്മാവിൻ്റെ നവീകരണത്തിൽ ഞങ്ങളെ നടത്തണമേ. പുതുക്കപ്പെട്ട ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മഹത്വം എടുക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്.